ഡെസ്പെക്കബിൾ മീയുടെ പ്രീക്വൽ ഫ്രാഞ്ചൈസ് ആയിട്ടുള്ള മിനിയോൺസിലെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള മിനിയോൺസ് ആൻഡ് മോൺസ്റ്റേഴ്സ് സെർജിയോ പാബ്ലോസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ മിനിയോൺസ് എന്ന് പറയുന്ന കഥാപാത്രങ്ങളുമായിട്ട് നമ്മൾ പ്രേക്ഷകർ അസോസിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഹ്യൂമർ നല്ല രീതിയിൽ ഓഫർ ചെയ്യുന്ന ഒരു സിനിമയാണ്. ഇത്തവണയും നമ്മൾ കാണുന്നത് സെർവ് ചെയ്യാൻ ഒരു ഈവിൾ മാസ്റ്ററിനെ തേടി പോകുന്ന മിനിയോൺസിന്റെ കഥ തന്നെയാണ്. ചുമ്മാ പുതിയ കഥാപാത്രങ്ങളെ ഉണ്ടാക്കി ഒരു പുതിയ പടം പിടിക്കുക എന്ന ശൈലി നോക്കാതെ പിയ കോഫിനും ബ്രാൻ ലിഞ്ചും ഈ സിനിമയ്ക്ക് ഒരു മൂവി വിത്തിൻ എ മൂവി ഫോർമാറ്റ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടേക്ക് നടുവിൽ ചില സ്ഥലങ്ങളിൽ സിനിമയുടെ കോമഡി കോഷ്യന്റ് കുറച്ച് കുറയ്ക്കുന്നുണ്ടെങ്കിലും ഓർത്തിരിക്കാവുന്ന കുറച്ച് ഇവന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ അത് സിനിമയെ സഹായിക്കുന്നുണ്ട്. സാധാരണ ആനിമേഷൻ സിനിമകളുടെ ഒരു സ്ട്രക്ചറിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മാറിപ്പോകാനും ആ ഒരു പരിപാടി പടത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ജിബറിഷായിട്ട് സംസാരിക്കുന്ന മിനിയോൺസിന്റെ സംസാര ശൈലി തരുന്ന ഹ്യൂമർ റെഗുലർ ഇന്റർവെല്ലുകളിൽ കിട്ടുന്ന ഈ പടം അനായാസം ചിരിച്ചുകൊണ്ട് 90 മിനിറ്റ് തിയേറ്ററിനുള്ളിൽ സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാമുള്ള ഒരു എന്റർടൈനറാണ്. ഗ്രൂവിനെ മിനിയോൺസ് കാണുന്നതിന് മുന്നേയുള്ള കാലഘട്ടത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണിത്. പല കാലഘട്ടങ്ങളിലൂടെയും സിവിലൈസേഷനുകളിലൂടെയും ഒരു മാസ്റ്ററിനെ തേടി നടക്കുന്ന മിനിയോൺസിനെയാണ് നമ്മൾ കാണുന്നത്. ഒരു ഘട്ടത്തിൽ ആ ഒരു യാത്ര അവരെ സൈലന്റ് ഫിലിം എറയിലുള്ള ഹോളിവുഡിൽ എത്തിക്കുന്നു. ഈ കൂട്ടത്തിലുള്ള ജെയിംസ്, ഹെൻറി മുതലായ 2 മിനിയോൺസിന് ബാക്കിയുള്ളവരെ പോലെ മാസ്റ്ററിനെ സെർവ് ചെയ്യുക എന്ന പരിപാടിയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് ഈ പറഞ്ഞ ജെയിംസിന് ഒരു സിനിമ ഉണ്ടാക്കാനുള്ള ഐഡിയ കിട്ടുന്നതും ഉള്ള റിസോഴ്സുകൾ വെച്ച് ജെയിംസും ഹെൻറിയും അത് നടത്തിയെടുക്കാൻ നോക്കുന്നതുമാണ്. ജെയിംസിന് ഈ സിനിമ എന്ന് പറയുന്ന സംഗതിയോട് ഒരു താല്പര്യം തോന്നുന്ന ഭാഗം എത്തുന്നത് വരെയുള്ള ഒരു 45 മിനിറ്റോളം വരുന്ന സിനിമയുടെ തുടക്ക ഭാഗം വളരെയധികം എന്റർടൈനിങ് ആണ്. കൊറിയോഗ്രാഫിയിലൂടെയും ഡയലോഗുകളിലൂടെയും നമ്മളെ ചിരിപ്പിക്കുന്ന ഇത്രയും കാലം മിനിയോൺസ് ഉള്ള സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള തരം ഹ്യൂമർ ആ ഭാഗത്ത് ഇഷ്ടം പോലെയുണ്ട്. ഓരോ കാലഘട്ടത്തിലെയും മാസ്റ്റേഴ്സിനെ അവർ കണ്ടെത്തുന്നതൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടാണ്. കഥയെ ഹോളിവുഡിലേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം ഒരു സറ്റാറിക്കൽ ഹോമാജ് എന്ന രീതിയിലും വർക്കാകുന്നുണ്ട്. ബസ്റ്റർ കീറ്റോണിന്റെ ഐക്കോണിക് ആയിട്ടുള്ള സ്റ്റണ്ടുകളും സിറ്റിസൺ കെയിനും ഒക്കെ ഈ പറയുന്ന തുടക്ക ഭാഗത്തിൽ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. ഒരു ടിപ്പിക്കൽ ആനിമേഷൻ സിനിമ എന്നതിൽ നിന്ന് ആ ഭാഗങ്ങളിലൊക്കെ പടം ഒന്ന് മാറി നിൽക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളെയും താരങ്ങളുടെ ഇടപെടലുകളെയും കുറിച്ചൊക്കെ മിനിയോൺ സ്റ്റൈൽ ഹ്യൂമർ ഉപയോഗിച്ച് പിയോ കോഫിൻ ഒരു കൊട്ടു കൊടുക്കുന്നുണ്ട്. രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ജെയിംസിന്റെ സിനിമയിലേക്ക് കഥ കൂടുതലായിട്ട് ചെല്ലുന്നുണ്ട്. ആ ഭാഗങ്ങളിൽ വരുന്ന വില്ലന്മാരെ ഇവർ എങ്ങനെ നേരിടുന്നു എന്നതും ഒന്നും വിചാരിച്ചത്ര ഒരു വലിയ ഇംപ്രഷൻ ഉണ്ടാക്കുന്നില്ല. കോമഡിയുടെ അളവിന്റെ കാര്യത്തിലും ആ ഒരു നടുഭാഗത്ത് പടം ഒന്ന് ഡ്രോപ്പ് ആകുന്നുണ്ട്. പക്ഷേ സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ളതും വെർബൽ ആയിട്ടുള്ളതുമായ എലമെന്റുകൾ മനോഹരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലേക്ക് പടത്തെ തിരിച്ചു കൊണ്ടുവരാൻ പിയ കോഫിന് സാധിക്കുന്നുണ്ട്. അവസാനത്തെ ഒരു 10-20 മിനിറ്റിൽ നമ്മളെ ചിരിപ്പിക്കുന്ന ഒരുപാട് എലമെന്റുകൾ കയറി വരുന്നുണ്ട്. മിനിയോണുകളുടെ വോയിസ് ആക്ടിംഗ് എപ്പോഴത്തെയും പോലെ ചെയ്തിട്ടുള്ളത് സംവിധായകനായിട്ടുള്ള പിയ കോഫിനാണ്. ഇത്തവണ പല സ്ഥലങ്ങളിലുമൊക്കെ ഡയലോഗുകൾ അമിതമായിട്ട് ജിബ്ബറിഷ് ആക്കുന്നില്ല. ഇനി കണ്ട് മിനിയോണുകളുടെ ഭാഷ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങിയതാണോ എന്നറിയില്ല. സൈലന്റ് ഫിലിം എറയിൽ നിന്ന് ശബ്ദമുള്ള സിനിമകളിലേക്ക് വരുമ്പോൾ ഉണ്ടായ ഒരു പ്രധാന മാറ്റത്തെ കാണിക്കാൻ മിനിയോണുകളുടെ ഈ ഒരു സംസാര രീതിയെ ഉപയോഗിച്ചത് വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു മൂവായിരുന്നു. ഒരു സബ് കോൺഷ്യസ് ലെവലിൽ സിനിമയിൽ സൗണ്ടിനുള്ള പ്രാധാന്യം പറയാതെ പറയുന്ന ഒരു എലമെന്റ് ആയിരുന്നു അത്. ഇത്തവണത്തെ വോയിസ് കാസ്റ്റിൽ മാക്സ് എന്ന സംവിധായകനായിട്ട് ക്രിസ്റ്റോഫ് വോൾട്സ് വരുന്നുണ്ട്. അതുപോലെ ഡോട്ട് എന്ന റോബോട്ടിന് ശബ്ദം കൊടുത്തിട്ടുള്ളത് ജെസി ഐസൻബർഗ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ നടുവിലെ ഒരു ഭാഗത്ത് ചെറുതായിട്ട് പടത്തിന്റെ എനർജി ഒന്ന് ഡ്രോപ്പ് ആകുന്നുണ്ട്. പക്ഷെ ഹോളിവുഡ് എന്ന ഐഡിയ ഈ കഥയുടെ ഉള്ളിലേക്ക് അവർ ചേർത്ത് വെച്ച രീതി ഒരു സ്ഥിരം ആനിമേഷൻ പടം എന്ന ഫോർമുലയിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ഈ പടത്തെ ചെറുതായിട്ട് സഹായിക്കുന്നുണ്ട്. കൊറിയോഗ്രാഫ് ചെയ്തിട്ടുള്ള ഹ്യൂമറും വളരെ ക്രിസ്പായിട്ടുള്ള റണ്ണിംഗ് ടൈമും നല്ല വിഷ്വൽ അപ്പീലുമുള്ള ഈ പടം അവസാനം ഇറങ്ങിയ ഡെസ്പെക്കബിൾ മീ സിനിമയുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഫ്രാഞ്ചൈസിനെ മുതലെടുക്കുക എന്ന ഉദ്ദേശത്തോടെ അല്ലാതെ എന്തെങ്കിലും പുതിയതായിട്ടും ചെയ്തു നോക്കുക എന്ന ഉദ്ദേശമുള്ള ഒരു സിനിമയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്